അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് പടച്ചവനെ കുറിച്ച് പറയുകയാ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സാണ്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സാണ്. ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. ഒരുപാട് ദിക്റുകൾ നിങ്ങൾ പറയണം. ആ പറയുന്നതിലൂടെയുള്ള പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഞാൻ നിങ്ങൾക്ക് ചില ദിക്റുകൾ പറഞ്ഞു തരാം. ആ ദിക്ർ ഒരുപാടൊന്നുമില്ല, 4 ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു തന്ന 4 ദിക്റുകളുണ്ട്. ആ 4 ദിക്ർ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. ആ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ ഇസ്രാഇന്റെ രാത്രിയില് ഇസ്രാഉം മിഅ്റാജും നടന്ന അത്ഭുതകരമായ യാത്രയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ പ്രകാശത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടല്ലോ, ആ പടച്ച റബ്ബിന്റെ അർശിന്റെ പ്രകാശത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരാളെ കാണുകയാണ്. പടച്ചവനെ, മുത്തുനബിക്ക് വല്ലാതെ അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ ആ മനുഷ്യന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് പ്രകാശിക്കുന്ന മുഖവുമായി മറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹാദാ റജുലുൻ കാന ലിസാനുൻ ഫിദ്ദുനിയാ റതുബുൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഇന്റെ രാത്രിയിൽ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ ചാരത്ത് അതാ പ്രകാശത്തോടെ മറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, ഈ നിൽക്കുന്നത് മലക്കാണോ? അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട്, ഈ നിൽക്കുന്നത് മലക്കുകളാണോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ല. മുത്തുനബി ചോദിക്കുകയാണ്, ഇത് വല്ല പ്രവാചകനുമാണോ? ലോകത്ത് കടന്നു വന്ന ഏതെങ്കിലും ഒരു നബിയാണോ? ആ സമയത്തും മലക്കുകൾ പറയുന്നു, അല്ല. പിന്നെ മുത്തുനബി ചോദിക്കുന്നു, മലക്കുകള്, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ മനുഷ്യനാരാ? ആ സമയത്ത് മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അവിടെ പ്രകാശത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ അതാരെന്ന് ചോദിക്കുന്നു. മലക്കുകളല്ല, പ്രവാചകന്മാരല്ല, പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, ഹാദാ റജുലുൻ, ഇതൊരു മനുഷ്യനാണ്, ഇതൊരു മനുഷ്യനാണ്. ഏത് മനുഷ്യനെന്നറിയുമോ? അല്ലാഹുവേ, കാന ലിസാനുഹു ഫിദ്ദുനിയാ റതബൻ ദുനിയാവിലെ ജീവിതത്തിലെ തന്റെ നാവ് ദിക്റുകൾ കൊണ്ട് നനച്ചവനാ. ദുനിയാവിലെ തന്റെ ചെറിയ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സ്മരണയിൽ തന്റെ നാവിനെ നനച്ചവനാണ്, അധികമായിട്ട് ദിക്റുകൾ പറഞ്ഞവനാണ്. എന്നിട്ടോ വകൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, ആ മനുഷ്യൻ ചെയ്ത 2 നന്മകളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, അധികമായിട്ട് ദിക്റ് പറഞ്ഞ മനുഷ്യനാ, അധികമായി അല്ലാഹുവിന്റെ സ്മരണയിൽ കിടന്നവനാ. 2, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയത്തിനെ ബന്ധിപ്പിച്ചവനാ. അല്ലാഹുവിന്റെ വീടുമായിട്ടൊരു ബന്ധം, അല്ലാഹുവിന്റെ പള്ളിയുമായൊരു ബന്ധം, ഹൃദയത്തിൽ അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധം, നാവിലെപ്പോഴും അല്ലാഹുവിന്റെ സ്മരണ. ഇങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ്.
ഇങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദിക്റിന് വല്ലാത്ത പ്രതിഫലമാ. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം സുബ്ഹാനല്ലാഹയാകട്ടെ, അൽഹംദുലില്ലാഹയാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയാകട്ടെ, ഏത് ദിക്റുമാകട്ടെ, അള്ളാഹുവിന്റെ സ്മരണ വിചാരിച്ചിട്ടാണോ നീ പറയുന്നത്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ദിക്റുകൾ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയണം. അല്ലാഹുവിന്റെ സ്മരണയിലാണ് ഞാൻ നിങ്ങളും കഴിയേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ദിക്റുകളുണ്ട്. എങ്കിലും മുത്തുനബി പഠിപ്പിച്ചു തന്ന 4 ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. 4 ദിക്റുകൾ. ഈ 4 വാക്കുകളെ കുറിച്ച് ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന 4 വാചകങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്കെല്ലാവർക്കും ഒരുപാട് ദിക്റുകൾ അറിയാം. എങ്കിൽ ഞാനൊരു 4 വാചകങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ 4 ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നുമില്ല, 4 ദിക്റ് പറഞ്ഞു തരും. ആ 4 ദിക്റ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും പറയും. ഇന്ന് ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? നേസി ഇടാത്തോണ്ടാണോ അപ്പൊ എല്ലാവരുടെ മുഖത്ത് എന്താ ചോക്കണേ? നിങ്ങളൊക്കെ ഏസിയിലിരിക്കും, ഞാൻ ഈ ചൂടത്ത് നിന്നിട്ട് ശബ്ദം അടയുന്നു. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. ഫാന്റെ ചോട്ടിലിരിക്കും. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരു 4 ദിക്റ് പറഞ്ഞു തരാം. ഇന്ന് മുതൽ തുടങ്ങല്ലേ? എത്ര മാസമാ? ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പേടിക്കേണ്ട, വലിയ ദിക്റൊന്നുമല്ല ഇത്. പറയുമ്പോൾ ഉസ്താദ് ഇപ്പൊ വലിയ ദിക്റും പറഞ്ഞു തന്നാൽ നമ്മൾ പറയാൻ പേടി. വലിയ ദിക്റൊന്നുമല്ല, ചെറിയ 4 വാചകങ്ങൾ എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്റുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുത്തുനബി എവിടെ നിന്ന് പറയുകയാണ്, ആരെങ്കിലും ഈ പറയുന്ന ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലമുണ്ട്. ഈ പറയുന്ന 4 ദിക്റുകൾ ആരാണോ പറയുന്നത്, ആ പറയുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന പദവിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ 4 ദിക്റ് ഏതാ? ഇത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള ദിക്റാണ്. ഇത് പടച്ച റബ്ബിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ദിക്റാണ്. മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, ആ 4 വാചകം ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ, ഈ പറയുന്ന 4 ദിക്റുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറയുന്നവൻ അല്ലാഹുവേ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏതാ 4 ദിക്റുകൾ? ഏതൊക്കെ ഒന്ന് പറഞ്ഞ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മൾ പറയാറുണ്ട്, അതല്ല തസ്ബീഹ് നിസ്കാരത്തിലൊക്കെ പറയുന്ന ദിക്റുകൾ. ഈ ദിക്റുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഈ പ്രതിഫലം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക്, ഈ 4 വാചകങ്ങൾ മരിക്കണ കാലം വരെ പറയണോ വേണ്ടയോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ നാല് വാക്യങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആനിൽ പെട്ടതാ. ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഈ വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവയാണ്, അവ ഖുർആനിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 4 ദിക്റുകളാണ്. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, ഈ 4 വാചകങ്ങൾ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ് ഉണ്ടോ ഖുർആനി? മുസമ്മിൽ ഉസ്താദ് പോയില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാമായിരുന്നു. ഖുർആനിൽ സുബ്ഹാൻ എത്ര പ്രാവശ്യം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? റഫീഖേ, അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ ഖുർആനി? ഇത്തിരി മുമ്പ് ആയിരുന്നെങ്കിൽ നിന്റെ കാര്യം പറയായിരുന്നു. അല്ലാഹു അക്ബർ ഖുർആനിലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിലുണ്ടോ? അപ്പൊ ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാ. നാസറണ്ണ നോക്കണ്ട, അവന്റെ അത്താടുത്ത അമ്മാടുത്ത അവന്റെ കല്യാണം കാര്യം കൂടെ പറ, നിങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ടായിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അവ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞേക്കരുത് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഞാൻ എവിടെയോ നമ്മുടെ ഒരു സുഹൃത്തിന് എൻ്റെ കൂടെ മുസ്ലിയാരങ്ങാടിയിലുള്ളതാ, റൌഫില്ലേ, റൌഫ് എന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ സദസ്സിൽ വെച്ച് എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചോനെ നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ കൊടുക്കണേ അല്ലാ. അവൻ്റെ വാപ്പാട് താര പോയി പറഞ്ഞു കൊടുത്തു, മോൻ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പെണ്ണ് കിട്ടാൻ വേണ്ടി. ഇപ്പം എന്തായാലും കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാണ് ഈ 4 വാചകങ്ങൾ. അവയിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും യാതൊരു പ്രശ്നവുമില്ല. ഇനി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും, ഇതെങ്ങനെ പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 4 വാചകമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ പ്രതിഫലം, ഇത് ഖുർആൻ പറഞ്ഞ വാചകമാണ്, ഇത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വാചകമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖുർആനിൽ പറഞ്ഞ ദിക്റുകൾ, അത് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ. ആ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ 4 വാചകങ്ങൾ, ഏറ്റവും നല്ല വാക്യങ്ങളാണ്. ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. 2 അൻ സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. മുത്തുനബി പഠിപ്പിക്കുകയാ, ഈ പറഞ്ഞ 4 ദിക്റുകളുടെ മഹത്വം അറിയണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, 4 കലാം അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. ഈ 4 കലിമത്തുകൾ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ 4 കലിമത്തുകൾ ഏതാണ് നബിയേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇമാം ബുഖാരി മുസ്ലിമിലൊക്കെ ഹദീസ് ഉണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ പ്രവാചകൻ പറയുന്നു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, 4 കലിമത്തുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 4 കലിമത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ മഹത്വം എന്താ?
ഈ പറയുന്ന ദിക്റുകളുടെ മൂന്നാമത്തെ മഹത്വം എന്താ? മഹാനായ പ്രവാചകൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم لأن أقوم سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. മൂന്നാമത്തെ പ്രതിഫലം കേട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്ന 4 വാചകങ്ങളാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ 4 വാചകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സൂര്യൻ ഉദിക്കുവോളം അതിനേക്കാളും ഈ ദുനിയാവിൽ അതിനേക്കാളും വലുതൊന്നുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം മുത്തുനബി പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളും വലുതൊന്നുമില്ല. അത്രയ്ക്കും മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്ന ദിക്റുകളാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന 4 വാചകങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ട ദിക്ർ. ഒന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ 4 വാചകങ്ങൾ, 2 അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ, 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. 4ാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി ശജറത്തിൻ യാബിസത്തിൽ വറഖി ഫളറബഹാ ബിഅസാ ഫതനാസറുൽ വറഖു ഫഖാല ഇന്ന അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് ولا إله إلا الله والله أكبر لتساقط من ذنوب العبد كما تساقط ورق هذه الشجرة. 4ാമത്തെ മഹത്വം എന്തെന്നറിയുമോ? ഇത് പാപങ്ങളും മായ്ച്ചു കളയുന്ന ദിക്റുകളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല, ഒരുപാട് ചെയ്തവരാണ്, കണക്കുകളില്ലല്ലോ. എന്റെ 34 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല. ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല. നീ മറന്നാലും അല്ല മറക്കൂല. ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം. പക്ഷേ ഇടത് ചുമലിൽ ഇരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും വിട്ടുകളയാറില്ല, ഒരെണ്ണം പോലും പാഴാക്കാറില്ല. ആ മലക്കുകൾ ഉറങ്ങാറില്ല, അവർ റെസ്റ്റ് എടുക്കാറില്ല. പക്ഷേ എഴുതി വെച്ചത് മുഴുവനും നാളെ നിന്റെ കയ്യിലേക്ക് പടച്ചറപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാനുണ്ട്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ റഖീബും അതീദ് എന്ന് പറയുന്ന 2 മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു നിയോഗിച്ച 2 മലക്കുകളാണ്. പടച്ചവനെ ആ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് വിളിച്ചു നിർത്തുമല്ലോ. എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ കിതാബ് എടുത്തിട്ട് പടച്ചവനെ ചിലരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ, അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത്, പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നതിന്റെ 1 സെക്കൻഡ് മുൻപ് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ
ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അത് കാണുമ്പോ, അത് വായിച്ചു നോക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ, അല്ലാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ, മാലി ഹാദൽ കിതാബ്, ഇതേത് കിതാബാ പടച്ചവര്, ഇതെന്ത് കിതാബാണ് പടച്ചവര്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ. അല്ലാഹ് ബെഡ്റൂമിലിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, ആരും അറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ. അല്ലാഹ്, ഇതേത് കിതാബാ അല്ലാഹ്, നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങൾ മായിച്ചു കളയാൻ, പാപങ്ങൾ മായിച്ചു കളയാൻ ഉള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മുത്തുനബിയുടെ സ്വഹാബിയാണ് അനസ് തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. 10 വർഷക്കാലം മുത്തുനബിയുടെ ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഉണക്കയില ഉള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിലടിക്കുകയാണ്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉണക്ക ഇലയുള്ള ഒരു മരത്തിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അതിലൊന്നടിച്ചു. ഇലകൾ ഇങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. അങ്ങനെ ഇലകൾ വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ 4 കലിമത്തുകൾ മരത്തിൽ തന്റെ കമ്പ് കൊണ്ടടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ? എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാപങ്ങൾ കൊഴുപ്പിച്ച് കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ 4 കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങൾ മുഴുവനും പൊടിപ്പിച്ച് കളയും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഈ പറയുന്ന 4 വാചകങ്ങൾ ആര് പറയുന്നുണ്ടോ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ 4 കലിമത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അലൽ അർളി അഹദുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ലാ കുഫിറതു അൻഹു ഖതായാഹു വലൗ കാനതു മിസ്ലു സബദിൽ ബഹരി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭൂമിക്ക് മുകളിൽ ഒരാളുമില്ല, ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാതെ അത് സമുദ്രത്തിന്റെ നുരകളോലമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിൽ
ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ എന്റെ പത കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഈ 4 വാചകങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വലാത്ത് നബിയനാ റസൂലുള്ളാഹി. ഇതിന്റെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് അവർ മടുപ്പ്. നല്ല വഴുത് വേണമെങ്കിൽ വഴുത് പറയാം. നല്ല വഴുത് ഇതൊക്കെയാ മനുഷ്യ പഠിക്കേണ്ടത്. ചുമ്മാ ഇങ്ങനെ കുറെ വഴുത് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് അൽഹംദുലില്ലാഹി ഏറ്റവും. ഇപ്പം നോക്കിയേ, എനിക്ക് വലിയ സന്തോഷ. കാരണം ഞാൻ വഴുത് പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യം ഒരു വിഷയം തന്നെ പ്രസംഗിക്കും. വിഷയം നോക്കാൻ സമയമില്ലല്ലോ. ഇപ്പൊ വഴുതിന് പോകുമ്പോ കേൾക്കുന്ന ഓഡിയൻസ് വേറെ വേറെ അല്ലേ. അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. ഇവിടെ ഇപ്പൊ എന്ന് നിങ്ങൾ തന്നെയാ, നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് പറയാൻ പറ്റില്ല. അതായത് ഏറ്റവും വലിയ പ്രശ്നം. സ്ഥിരമായിട്ട് എന്തായാലും കുഴപ്പമില്ല, പുതിയ പുതിയ വിഷയങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5ാമത്തെ പ്രതിഫലം എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم لقيت ابراهيم ليله الاسرع. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ലഖീതു ഇബ്രാഹിം ലൈലത്തുൽ ഉസ്രി ബി ഫഖാല യാ മുഹമ്മദ് അഖ്രി ഉമ്മതിക മിന്നി അസ്സലാം وأخبرهم أن الجنة طيبة تربة عذبة الماء وأنها قيعان. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറയുന്ന ദിക്റിൻ അല്ലാഹുവേ പറയുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന 5ാമത്തെ പ്രതിഫലം ഇത് സ്വർഗ്ഗത്തിലിറക്കാൻ കഴിയുന്ന കൃഷിയാ. ദുനിയാവിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത സ്വർഗമുണ്ടല്ലോ, നമ്മുടെ തറവാടുണ്ടല്ലോ. അവിടേക്ക് പോകാനാ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കൃഷി ചെയ്യാം. ഈ ദുനിയാവിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഈന്റെ രാത്രിയിൽ മുത്തുനബിയതാ ആകാശ കവാടങ്ങൾ കടന്നു പോവുകയാ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്ന പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട്, പടച്ചവനെ, 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോയല്ലോ. ആ ഇസ്രാഈന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. മുത്തുനബി ഇങ്ങനെ കടന്നു പോകുമ്പോ ആരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം നബി? അറിയുമല്ലോ, വലിയ പെരുന്നാൾ കടന്നു വരികയാണ്. പടച്ചവനെ, ഇബ്രാഹിം നബിയെ സ്മരിക്കാതെ കഴിയുമോ? ഇസ്മായിൽ നബിയെ സ്മരിക്കാതെ കഴിയുമോ? ആ ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള തന്റെ പൊന്നാര മകന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് വെച്ചിട്ട് അറക്കാൻ തയ്യാറായി. അതിന്റെ സ്മരണയിൽ ഉളുഹിയ കൊടുക്കണമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ പടച്ചവനെ കയ്യും കെട്ടിയിട്ട് ഉളുഹിയുടെ കാര്യം പറയുമ്പോ പൈസയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തലതിരിച്ച് നടക്കുന്നവരുടെ കാലമാ. പ്രിയപ്പെട്ട
പാവപ്പെട്ടവരെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പെരുന്നാൾ വരുന്നു. ആരൊക്കെ ഉദ്ഹിയ മേടിക്കുന്നവര് ഉദ്ഹിയയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയും പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല. അള്ളാഹു അവരുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവരുടെ ഒക്കെ ഇടുക്കം മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു ഷെയർ ചേര് ഇല്ലപ്പാ, ഇല്ല. എന്റെ വീടിന്റെ മുപ്പറ്റത്ത് കിടക്കണ കാറിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം, പൈസ ഉണ്ട്. പടച്ചവനെ ടയർ മാറണം, കാറ്റടിക്കണം, സർവീസിന് കൊടുക്കണം. ഇന്നോവ ക്രിസ്റ്റ ഉള്ള അടുത്ത് പ്രസിഡന്റ് സെക്രട്ടറി സർവീസിന് 10,000 രൂപ വേണം ഒരു വട്ടം കൊണ്ടുപോയ. എന്തേ വേണ്ടേ? അരിച്ചു വയ്ക്കേ. ഷെയറിന് എത്ര രൂപ? ഇവിടെ ഇറക്കുന്ന പോത്തിന്റെ ഷെയറിന്റെ വില എത്ര? 8,000, 9,000 എത്രയേ ഉള്ളൂ. നമ്മൾ ആലോചിക്കണം. എത്രയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല അള്ളാഹ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് അറുക്കാൻ തയ്യാറായി. കൊണ്ടുപോകുമ്പോ അതാ മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, മോനെ വാപ്പച്ചി ഒരു സ്വപ്നം കണ്ടു, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണം മോനെ? ഈ 10 or 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകന്റെ അടുക്ക പോയിട്ട് വാപ്പയ്ക്ക് ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് പോയി ചോദിച്ചപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മറുപടി കേട്ടിട്ട് വാപ്പാടെ കണ്ണു തുള്ളിപ്പോയി. അല്ലാഹ് പറഞ്ഞ അനുസരിക്കും വാപ്പ, അല്ലാഹ് കാണാൻ ഇൻഷാ അല്ലാഹ്. അറുക്കാൻ കൊണ്ടുപോകുമ്പോ വാപ്പാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക, വാപ്പച്ചി അറുക്കുന്ന സമയത്ത് എന്റെ കയ്യും കാലും കെട്ടിയിടണം കേട്ടാ. ആദ്യം പറഞ്ഞത് ഉപ്പ എന്റെ കയ്യും എന്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് എന്റെ വാപ്പ അറക്കണം, എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു വെച്ചിട്ട് അറക്കണം. എന്തേ മോനെ? ഉപ്പാൻ എന്റെ മുഖം കണ്ട് അറക്കാൻ പറ്റൂല, ഉപ്പായ്ക്ക് എന്റെ മുഖത്ത് നോക്കി അറക്കാൻ പറ്റൂല, ഉപ്പാടെ കൈവിറയ്ക്കും. കാരണം ഞാൻ ഉപ്പാടെ മകനാ, അത്രയ്ക്കും സ്നേഹവാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു കാരണം, മകനോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ അള്ളാഹ്ക്ക് തോന്നി മകനോടാണോ സ്നേഹം എന്നോടാണോ സ്നേഹം എന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഇബ്രാഹിം നബിക്ക് തന്നെ പ്രസവിച്ച് ഇബ്രാഹിം നബി തന്റെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഹാജറ ബീവി പ്രസവിച്ചു. ആ ചോര കുഞ്ഞിനെ കൊണ്ട് മരുഭൂമി ഇടാൻ പറഞ്ഞു അള്ളാഹ്. തന്റെ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും ചോര കുഞ്ഞിനെയും ഒരുക്കി സാധനം എടുത്തുകൊണ്ട് കൊണ്ടുപോയി ആരുമില്ലാത്ത സഫാ മറുവ എന്ന് പറയുന്ന ആ 2 പർവ്വതത്തിന്റെ ഇടയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് തിരിഞ്ഞു പോവാ. പാല് കുടിക്കുന്ന കുഞ്ഞ ഹാജറ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, പോവാണോ? അതെ പോവാ. സ്വന്തം തീരുമാനമാണോ അല്ലാഹുടെ തീരുമാനമാണോ? സ്വന്തം തീരുമാനമാണോ അല്ലാഹുടെ തീരുമാനമാണോ? അല്ലാഹുടെ തീരുമാനമെങ്കിൽ പൊക്കോളാൻ. ഞാൻ അല്ലാഹ് എന്നെ പൊക്കോളാൻ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകനെ കാണാൻ വന്ന് ആ കുഞ്ഞു മകനെ കണ്ടപ്പോ താലോലിച്ച് സ്നേഹിച്ച് എവിടെ നോക്കിയാലും പൊന്നുമോനെ കൊണ്ട് നടക്കാം. അപ്പൊ അല്ലാഹ് ടെസ്റ്റ് ചെയ്തു, ആരോടാ സ്നേഹം? ഇബ്രാഹിമിന് എന്നോടാണോ അതോ കുഞ്ഞിനോടാണോ? അറക്കാൻ പറഞ്ഞു, റെഡിയായി. അതുകൊണ്ട് മകൻ പറയാ, കഴുത്ത് തിരിച്ചു വെച്ചിട്ട് അറുക്കണേ വാപ്പ, കാരണം എന്റെ മുഖം കണ്ട ഉപ്പാന് പറ്റൂല. 2 കയ്യും കാലും കെട്ടണം കേട്ടാ. അപ്പയോട് പറഞ്ഞു കൊടുക്കണം, എന്റെ കയ്യും കാലും കെട്ടണം. എന്തേ മോനെ? വേദന സഹിക്കാൻ കഴിയാതെ ഈ കയ്യും കാലിട്ടടിച്ച ഉപ്പാടെ കൈ ഉറയ്ക്കും പറ്റൂല. 3 എന്റെ ഡ്രസ്സ് ഊരിയെടുക്കണം കേട്ടോ ഉപ്പ. അറക്കുന്നതിന് മുമ്പ് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമൊക്കെ ഊരിയെടുക്കണം. എന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ച് ഒരുക്കി വിട്ടതല്ലേ, ഇതിനകത്തെങ്ങാണ് എന്റെ രക്തം പറ്റിയ എന്റെ ഉമ്മായിക്ക് സഹിക്കില്ല. എന്റെ ഉമ്മായിക്ക് എന്റെ രക്തം എന്റെ ശരീരത്ത് പറ്റിയ ഉമ്മായിക്ക് എന്റെ വസ്ത്രത്തിൽ പറ്റിയ ഉമ്മായിക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വസ്ത്രം ഊരി വെച്ചിട്ട് വേണം വാപ്പച്ചി ഇറക്കാൻ. 4മതായി പറയാ, എന്നെ കാത്തിരിക്കുന്ന ഉമ്മയോട് എന്റെ സലാം പറയണം, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു എന്നുകൂടെ പറയണം. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തരുമാറാകട്ടെ. ഇന്നത്തെ മക്കള് വാപ്പാനെ പെടലിക്കടിച്ച് പല്ലു പൊട്ടിച്ച് രക്തമൊലിപ്പിക്കും. ആലോചിച്ച് നോക്ക് നമ്മുടെ കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകന്റെ കഴുത്തിൽ വെച്ച് 3 പ്രാവശ്യം അറുത്തിട്ട് കത്തി മുറിയാതെ ജിബ്രീൽ അലൈഹിസ്സലാം ആടിനെ കൊണ്ടുവന്ന ചരിത്രം അറിയാം. എന്നിട്ട് എന്തിനാ എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഓരോ മനുഷ്യനും ഒലുഹിയ മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ അവൻ ചിന്തിക്കണം, അല്ലാഹ് ഈ ആടിന്റെ സ്ഥാനത്ത്, ഈ പോത്തിന്റെ സ്ഥാനത്ത് എന്റെ മോനെ അറുക്കേണ്ടതാണ്. ഇതിന് പകരമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ചിന്ത വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മളിൽ ആർക്കാ ചിന്ത? എവിടെയോ കിടക്കുന്നൊരു പോത്ത് ചേർന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയത്തുമില്ല, പരിചയമില്ല, ഇറച്ചി കിട്ടിയാൽ മാത്രം മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്കെന്റെ വേണം, എനിക്കതിന്റെ ഷെയർ കിട്ടിയാൽ മാത്രം മതി.
മൂന്നിലൊരു ഭാഗം എടുക്കാന്ന് പറഞ്ഞാൽ മൂന്നിലൊരു ഭാഗവും മേടിച്ച് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുക. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 3-ാം പെരുന്നാളും കഴിഞ്ഞു, തീരുന്നില്ല. ഇറച്ചി ഇരിക്കുന്നേ ഉള്ളൂ റബ്ബേ, തീരുന്നില്ലല്ലോ. ഏതിറച്ചി? ഉളുഹിയ ഇറച്ചി. എടാ, അതൊരു ഔഷധമാണ്, ഒരു മരുന്നാണ്. അള്ളാഹുവിന് വേണ്ടി അറുത്തത് ഒരു മരുന്ന് പോലെ കഴിക്കണമെന്നാണ്. ഇതതിന്റെ കരടും കൂമ്പും എല്ലാം വെട്ടിക്കേറ്റിട്ട് ചുട്ടും പൊരിച്ചും വറുത്തും ഉണക്കി അടിക്കുക എന്ന പടച്ചവൻ എന്തോ ഉളുഹിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ എങ്ങനെ ഷെയർ കൂടുന്ന ആൾക്ക് 25 രൂപയോ 35 രൂപയോ പൂത്തിരി വെട്ടുന്ന മൊത്തം കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, വീട്ടിൽ വെച്ച് അറുത്തിട്ട് എടുക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി പള്ളിക്കൊണ്ടേ. ഏറ്റവും നല്ലത് ഒരു പോത്തിനെ വേണ്ടി ഈ വീട്ടിലെങ്ങ് അറുത്തോ, അൽഹംദുലില്ലാഹ്, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളത് എടുത്തിട്ട് പള്ളിയിൽ കൊണ്ട് തന്നാൽ മതി. അവസാനം അതാ നല്ലത്. അല്ലാഹു അഅലം. പടച്ച ഈമാൻ നൽകുമാറാകട്ടെ. എന്തോ പറ്റിയില്ലാന്ന് തോന്നുന്നത്. എന്നെ നോക്കണം സെക്രട്ടറി ഉള്ളത് പറയുമ്പോ അങ്ങനെ. ശരി, അൽഹംദുലില്ലാഹ്. അവന്റെ അവകാശം കൊടുക്കണം കേട്ടോ. ഞാൻ അവകാശത്തിൽ കയറി തെറ്റിയൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുന്ന മുഹമ്മദേ, അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുകയാണ്. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നു, താങ്കളുടെ സമുദായത്തോട് എന്റെ സലാം പറയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ സമുദായത്തിനോട് എന്റെ സലാം പറയണം. എന്നിട്ട് പറയുകയാ, അവരോട് പറഞ്ഞേക്കുക, നിശ്ചയം സ്വർഗത്തിൽ നല്ല മണ്ണാണ്. അല്ലാഹുവേ, ഇബ്രാഹിം നബി പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ലോകത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് പള്ളി കെട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനെക്കാളും വലുത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണെന്ന് തെളിയിച്ച പ്രവാചകൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലേറാൻ ആകാശത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവേ, വഴിമധ്യയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്ന, മുഹമ്മദ് നബിയേ, അങ്ങയുടെ സമുദായത്തിനോട് എന്റെ സലാം പറയണേ. എന്നിട്ട് അവരോടൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, നിശ്ചയമായിട്ടും സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്, വെള്ളമുള്ള മണ്ണാണ്, നല്ല കൃഷി ഇറക്കാൻ പറ്റിയ മണ്ണാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ആ വിശാലമായ സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്, നല്ല നനഞ്ഞ മണ്ണാണ്, കൃഷി ചെയ്യാൻ പറ്റുന്ന മണ്ണാണ്. അതുകൊണ്ട് നബിയേ, അവരോട് കൃഷി ചെയ്യാൻ പറയണേ, അവരോട് കൃഷി ചെയ്യാൻ പറയണേ. അല്ലാഹുവേ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, എങ്ങനെയാണ് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്നത്? ഇത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗത്തിൽ കൃഷി ഇറക്കാൻ കഴിയുന്ന നന്മയെന്താ? അവിടെ നിന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പടച്ച റബ്ബേ, ഈ ദിക്ർ പറഞ്ഞാൽ അത് സ്വർഗത്തിലെ കൃഷിയാ, നിനക്ക് സ്വർഗത്തിൽ അതിന്റെ പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സ്വർഗ്ഗത്തിലെ കൃഷി ഇറക്കാൻ പറ്റുന്ന ദിക്റ വേണമെങ്കിൽ അവിടെ കൃഷി ഇറക്കിക്കോ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 6 ഇതിനാ സമയം നോക്കണേ, 10:30 ആയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടെ ഇതിന്റെ പ്രതിഫലം പറഞ്ഞ് ദുആ ചെയ്യാം. 6ാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ,
قال رسول الله صلى الله عليه وسلم إن الله تعالى اصطفى من الكلام أربعة سبحان الله والحمد لله ولا إله إلا الله والله أكبر فمن قال سبحان الله كتبت له 20 حسنة. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു അവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാക്കുകളിൽ 4 എണ്ണത്തെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വാക്കുകളിൽ 4 എണ്ണത്തെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 27 നന്മകൾ രേഖപ്പെടുത്തും, അവനിൽ നിന്ന് 27 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ 30 നന്മകൾ രേഖപ്പെടുത്തുകയും 30 പാപങ്ങൾ അവനിൽ നിന്നും മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 4 കലിമത്തുകൾ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 27 നന്മ എഴുതും, 27 നന്മ ആ മനുഷ്യൻ എഴുതുകയും 27 പാപങ്ങൾ അല്ലാഹുവിന് പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അൽഹംദുലില്ലയ്ക്ക് 30 നന്മ 30 പാപം പൊറുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ 6ാമത്തെ പ്രതിഫലം ഇത് നന്മയായിട്ട് അല്ലാഹു രേഖപ്പെടുത്തും. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 27 പ്രതിഫലം തരികയും 27 തിന്മകൾ മായ്ച്ചു കളയും. അപ്പൊ ഇത് നന്മയുടെ ഗണത്തിൽ എഴുതപ്പെടുന്നതാ. അതിന്റെ പ്രതിഫലം ഇരട്ടിയോളം പ്രതിഫലം. 6ാമത്തെ പ്രതിഫലം 7. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂ ജുന്നതകും മിനൻ നാർ ഖുലൂ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ولا إله إلا الله والله أكبر فإنهن يأتين يوم القيامة مقدمات ومعقبات ومجنبات وهن باقيات الصالحات. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, പടച്ചവനെ ശത്രുവിനെ തടുക്കുന്നവനാണ്. ഈ ദിക്റുകൾ പടച്ചവനെ നരകത്തിന്റെ തീയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുകയാ. ഇതൊരു സുരക്ഷയാണ് പടച്ചവനെ. നരകത്തിന്റെ തീയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാനുള്ള സുരക്ഷയാണ് ഈ ദിക്റെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരെങ്കിലും ഈ 4 കലിമത്തുകൾ പറയുന്നത് കാരണം അപകടന്ത്യനാൾ വരുന്നതാണ്, അവനെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ ദിക്ർ പറയുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ജീവിതത്തിൽ മരണം വരെ തന്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മായ്ച്ചു കളഞ്ഞ ആ നരകമുണ്ടല്ലോ. മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. അതാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ദിക്ർ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അവനെ വലയം ചെയ്യുകയാ. ഒരു പരിചയായിട്ട് അവനൊരു സംരക്ഷണം കൊടുക്കുകയാ.
ഒരുപാട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല, പിന്നെ എന്തിന്റെ പ്രതിഫലമെന്നറിയോ? നിന്റെ വീടിന്റെ അകത്ത് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സമയം കിട്ടുമ്പോ അല്ലാഹുവേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ 4 വാചകങ്ങൾ പറയുന്ന മനുഷ്യന് ആരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് ഈ ദിക്ർ നിനക്ക് സംരക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏത് പരലോകമെന്നറിയുമോ? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വത്തും സന്താനങ്ങളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാ. ഇത് നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതാ. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഈ 4 വാചകങ്ങൾ പറയുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 7ാമത്തെ പ്രതിഫലം അവനെ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹുവേ ഈ ദിക്ർ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ